യോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേബർ കോസ്റ്റ് എങ്ങനെയൊക്കെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ള മെത്തേഡ്സാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് മെയിനായിട്ടും രണ്ട് മെത്തേഡ്സാണുള്ളത് ലേബർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ടൈം റേറ്റ് സിസ്റ്റവും അതേപോലെ പീസ് റേറ്റ് സിസ്റ്റവും. ഇതിൽ നമ്മൾ ടൈം റേറ്റ് സിസ്റ്റമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ടൈം വേജ് സിസ്റ്റം അല്ലെങ്കിൽ ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയും. ദിസ് ഈസ് ദ ഓൾഡസ്റ്റ് സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ്. വേജ് പേയ്മെൻറ്റിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത് ടൈം വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിമ്പിൾ ആൻഡ് കോമൺ മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ്. വേജ് പേയ്മെൻറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും സിമ്പിളായിട്ടും പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടൈം വേജ് സിസ്റ്റം. ഈ ഒരു മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അണ്ടർ ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ അണ്ടർ വേജ് സിസ്റ്റം വേജസ് ആർ പെയ്ഡ് ടു വർക്കേഴ്സ് ഓൺ ദി ബേസ് ഓഫ് ടൈം ദേ വർക്ക്. ഒരു വർക്കിൽ അവർ എത്രത്തോളം ടൈം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് ടൈം വേജ് സിസ്റ്റത്തിൽ ഇവർ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. കാരണം ഇവിടെ എന്താണ് ടൈമിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വർക്കർ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ടൈമിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ അവർ എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് യാതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഫോർ എക്സാമ്പിളായിട്ട് എ എന്ന് പറഞ്ഞ ഒരു വ്യക്തി 4 മണിക്കൂർ കൊണ്ട് 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ബി എന്ന് പറഞ്ഞ വ്യക്തി എത്ര മണിക്കൂർ 6 മണിക്കൂർ കൊണ്ട് 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും ഇവർ എത്രത്തോളം ആ വർക്കിൽ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വർക്കിൽ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബേസിലാണ് ഇവിടെ വേജ് സിസ്റ്റം തയ്യാറാക്കുന്നത്, വേജ് കൊടുക്കുന്നത്. എത്രത്തോളം പണിയെടുത്തു, അല്ലാതെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതല്ല, എത്രത്തോളം പണിയെടുത്തു. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിളായിട്ട് 4 മണിക്കൂർ കൊണ്ട് 150 യൂണിറ്റ്സ് ഉണ്ടാക്കി, പക്ഷെ 6 മണിക്കൂർ കൊണ്ട് 100 യൂണിറ്റ്സ് ഉണ്ടാക്കിയാലും ഇവിടെ ടൈമിൻ്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഇവർക്ക് വേജ് കൊടുക്കുന്നത്. ഓക്കെ, എ ടൈം റേറ്റ് ഇസ് ഫിക്സഡ് which may be hourly rate, day rate, weekly rate or monthly rate. hourly റേറ്റിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്, ഡേ റേറ്റിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്, വീക്ക്ലി റേറ്റിൽ മന്ത്ലി റേറ്റിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ടൈം റേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൈം വേജ് സിസ്റ്റത്തിൽ അവരുടെ ഏർണിങ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് ഈ താഴെ തന്നിരിക്കുന്നത്. ഏർണിങ്സ് ഈക്വൽസ് ടു ഹവേഴ്സ് വർക്ക്ഡ്, അതായത് ഒരു എംപ്ലോയി എത്ര ടൈം ടോട്ടലി എത്ര ടൈം വർക്ക് ചെയ്തു ഇൻറ്റു റേറ്റ് പെർ ഹവർ, ഒരു ഹവറിൻ്റെ റേറ്റ്. ഓക്കെ, ഹവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു റേറ്റ് പെർ ഹവറാണ് നമ്മൾ ടൈം വേജ് സിസ്റ്റത്തിൽ ഏർണിങ്സ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ സ്യൂട്ടബിലിറ്റീസ്, അതായത് ടൈം വേജ് സിസ്റ്റത്തിൻ്റെ സ്യൂട്ടബിലിറ്റീസ് ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് നമ്മൾ ഈ ഒരു ടൈം വേജ് സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, വേർ ദ വർക്ക് കനോട്ട് ബി മെഷേർഡ്. നമുക്കൊരു വർക്ക് എവിടെയാണോ മെഷർ ചെയ്യാൻ കഴിയാത്തത് ആ ഒരു ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈം വേജ് സിസ്റ്റം ആയിരിക്കും. ദെൻ വേർ ദ ക്വാളിറ്റി ഓഫ് വർക്ക് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ക്വാണ്ടിറ്റി, എത്രത്തോളം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് വർക്കിൻ്റെ ക്വാളിറ്റിക്കാണ് ഉള്ളതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുക ടൈം റേറ്റ് ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി അതായത് ഔട്ട്പുട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ദെൻ വേർ ദ സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഈസ് പോസിബിൾ, സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഉള്ളിടത്ത് ഈ ഒരു സിസ്റ്റം ആയിരിക്കും പോസിബിൾ ആവുക. ദെൻ വേർ ദ പവർ സ്റ്റോപ്പേജ്, ദെൻ മെഷീൻ ബ്രേക്ക് ഡൗൺ, ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് പവർ ഇല്ലാതാവുക, ദെൻ മെഷീൻസ് ബ്രേക്ക് ഡൗൺ ആയി പോവുക, ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം ടൈം വേജ് സിസ്റ്റം അല്ലെങ്കിൽ ടൈം റേറ്റ് സിസ്റ്റം ആയിരിക്കും. ദെൻ വേർ വർക്ക് ഈസ് ഡൺ ത്രൂ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്, ഒരു വർക്ക് തന്നെ പല ഓപ്പറേഷൻസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യാം. ദെൻ വേർ ദ വർക്ക് റിക്വയർ എ ഹൈ ഡിഗ്രി ഓഫ് സ്കിൽ, ഒരു വർക്കിന് നമ്മൾ കൂടുതൽ സ്കില്ല് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട വർക്കുകളാണെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈം വേജ് സിസ്റ്റം അല്ലെങ്കിൽ ടൈം റേറ്റ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ഇത്രയും സർക്കംസ്റ്റാൻസസിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് ടൈം വേജ് സിസ്റ്റംസ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കേസസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈം വേജ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സിമ്പിൾ ടു ഓപ്പറേറ്റ്. എല്ലാത്തിലും കോമൺ പറയുന്ന പോലെ പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡബിൾ ആണ്, ദെൻ പെട്ടെന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ടൈം
റേറ്റ് സിസ്റ്റത്തിലുള്ളത്. ദെൻ എവറി വർക്കർ ഈസ് ഗ്രാജുവേറ്റഡ് എ മിനിമം വേജ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ എഫിഷ്യൻസി. എല്ലാ ഗ്യാരണ്ടി ഓക്കെ, എല്ലാ വർക്കേഴ്സിനും ഗ്യാരണ്ടി കിട്ടും. എന്ത്? ഒരു മിനിമം വേജ് അവരുടെ എഫിഷ്യൻസിക്ക് കിട്ടും എന്നുള്ള ഇത് പ്രകാരം ഒരു മിനിമം വേജ് എന്തായാലും വർക്കേഴ്സിന് കിട്ടും എന്നുള്ളത് ഗ്യാരണ്ടി ആയിരിക്കും. ദെൻ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഈസ് ജനറലി മെയിൻറ്റെയിൻ ബിക്കോസ് വർക്കേഴ്സ് ഡു നോട്ട് വർക്ക് ഇൻ എ ഹറി. ഓക്കെ, ഇവിടെ എന്താണ്? പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഡിഫക്റ്റീവ് പ്രൊഡക്ട്സ് ആൻഡ് ബ്രേക്കേജ് ഓഫ് ടൂൾസ് ആർ മിനിമം. അതായത് ഡിഫക്ട്സ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, കേടുപാടുകൾ സംഭവിക്കുന്ന പ്രോഡക്ട്സും പിന്നെ ടൂൾസ് ബ്രേക്കേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ മിനിമം ആയിട്ടായിരിക്കും ഈ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവുക. പിന്നെ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു ബിഗിനേഴ്സ് ആൻഡ് ലേണേഴ്സ്. തുടക്കക്കാർക്കും അതേപോലെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ളവർക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണെന്ത്? ഈ ഒരു ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ടൈം റേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ടൈം വേജ് സിസ്റ്റം. ദെൻ ഇതിന് തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഫസ്റ്റ്, ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി ഇൻസെൻറ്റീവ് ടു വർക്ക് ഹാർഡ്. അതായത് ഒരു വർക്കർ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിന് യാതൊരു ബെനിഫിറ്റ്സും ആ വർക്കറിന് കിട്ടുന്നില്ല. ഓക്കെ, അതായത് ഇൻസെൻറ്റീവ്സ് ഒന്നും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഈ ഒരു വർക്കുണ്ട്, ഈ ഒരു മെത്തേഡുണ്ട്. ആൻഡ് ഇറ്റ് ഇഗ്നോർ ദ എഫിഷ്യൻസി ഓഫ് ദ വർക്കർ. ഐഡിയൽ ടൈം ഈസ് മോർ. എഫിഷ്യൻസി എന്ത് ചെയ്യുന്നുണ്ട്? ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഐഡിയൽ ടൈം, അതായത് വേസ്റ്റേജ്, നമ്മൾ വർക്കേഴ്സ് ഒരു ജോലിയും ഇല്ലാതെ ഇരിക്കുന്ന ആ ഒരു വേസ്റ്റേജ് ഓഫ് ടൈം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൂടുന്നുണ്ട്. ദെൻ ഇറ്റ് റിക്വയർ ക്ലോസ് സൂപ്പർവിഷൻ. പിന്നെ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് കൂടുതൽ സൂപ്പർവിഷൻസ് ആവശ്യമായിരിക്കും. ഓരോ എംപ്ലോയീസിനെയും എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് സൂപ്പർവൈസ് ചെയ്തുകൊണ്ടായിരിക്കണം ഈ ഒരു സിസ്റ്റത്തിൽ വേജ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക. ദെൻ വർക്കേഴ്സ് ടെൻസ് ടു വർക്ക് സ്ലോ, ഹെൻസ് പ്രൊഡക്ഷൻ വിൽ സഫർ ആൻഡ് ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ്. ഈ ഒരു സിസ്റ്റം പ്രകാരം വർക്കേഴ്സ് സ്ലോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ കുറയുകയും അതേപോലെ ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് കൂടുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ടൈം ബേസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ ടൈം റേറ്റ് സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇവിടെ എപ്പോഴും ടൈമിന് മാത്രമാണ് ഇമ്പോർട്ടൻസ്. ആ ഒരു വർക്കർ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിന്, അതായത് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷന് യാതൊരു ഇമ്പോർട്ടൻസും ഈ ഒരു സിസ്റ്റം പ്രകാരം കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ടൈം ബേസ്ഡ് സിസ്റ്റമാണ്, അതിൻ്റെ സ്യൂട്ടബിലിറ്റീസും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. നമുക്ക് ഈ ഒരു മെത്തേഡ് പ്രകാരം ഒരു പ്രോബ്ലം എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ അത് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.